കാര്യം ഞാൻ ഒരു ആശാപ്രവർത്തകനല്ല. ഇവിടെ ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ ഈ പൊരി വെയിലത്ത് ഈ അമ്മമാർ ഇവിടെ കഷ്ടപ്പെട്ട് സമരം നടത്തുമ്പോൾ ഇവിടെ വന്ന് അവർക്ക് പിന്തുണർപ്പിക്കുക എന്നുള്ളത് ഒരു മാനുഷികമായ കടമയാണ്. അതിൽ രാഷ്ട്രീയമോ സംഘടനയോ മറ്റൊന്നുമല്ല. ഈ സമരത്തിന്റെ നട്ടലായി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീമതി മിനി കെ ഫിലിപ്പ്, ശ്രീ എസ് മിനി ഉൾപ്പെടെ ആശാ വർക്കർമാരോട് സർക്കാർ കാട്ടുന്ന അവസാനിപ്പിക്കുക, വളരെയധികം 24,000 രൂപ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ ഇന്ന് 18ാം ദിവസം നിൽക്കുന്ന സമരം സെക്രട്ടേറിയറ്റിൽ പുരോഗമിക്കുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാർ അംഗീകരിക്കേണ്ടത് എന്നത് നമുക്ക് ആശാ വർക്കർമാരോട് ചോദിച്ചറിയാം. തൊഴിലാളികളുടെ സമരനിര, അധ്വാനിക്കും തൊഴിലാളികളെ തെരുവാധാരമാക്കിയിട്ട് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലിന് മുന്നിൽ തുടരുന്ന രാപ്പകൽ സമരം 18ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ സമരം ശക്തമാക്കാനൊരുങ്ങി സമരസമിതി. എന്തൊക്കെ ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ സർക്കാർ മെയിൻ കാരണം നമുക്ക് ഓണർ ഏരിയ 7 അത് നമുക്ക് കൃത്യമായിട്ട് ഓണർ ഏരിയ മാറ്റി ശമ്പളം 21,000 നമുക്ക് സാലറി ശമ്പളമായിട്ട് അതാത് മാസത്തിൽ ഒന്ന് ഞങ്ങൾക്ക് 62 വയസ്സ് കഴിഞ്ഞ് പോയി സാധ്യതയുള്ള ഒരുപാട് ശേഷിക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ കമ്പനിയിലേക്ക് അനുകൂലമായിട്ട് 5 ലക്ഷം രൂപ തരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ 3ാമത്തെ ഡിമാൻഡ് ഞങ്ങൾക്ക് എല്ലാ ജോലിക്കൊക്കെ പെൻഷനുണ്ട്. ഞങ്ങൾ 62 വയസ്സ് കഴിഞ്ഞ് പഠിക്കുമ്പോൾ നമ്മൾ നല്ല പ്രായത്തിൽ ഇതേപോലെ ജോലി ചെയ്ത ആൾക്കാരാണ്. 10-18 വർഷങ്ങളായി ഞങ്ങൾ ഗവൺമെൻറ് ചോദിക്കുന്ന ഏത് റിപ്പോർട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ട് 21,000 എല്ലാ മാസവും ഞങ്ങളുടെ അക്കൗണ്ടിൽ വരണമെന്ന് തന്നെയാണ് നമ്മൾ നടത്തി. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കുന്ന 3-ന് നിയമസഭ മാർച്ച് നടത്തുമെന്നാണ് സമരസമിതി നേതാക്കളുടെ പ്രഖ്യാപനം. പ്രതിപക്ഷം ഈ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നിയമസഭാ മാർച്ചുമായി മുന്നേറാനാണ് സമരസമിതി നേതാക്കളുടെ തീരുമാനം. CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം സമരത്തെ ഈർക്കിലി സമരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇത് ഈർക്കിലി സമരമല്ല, മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരജ്വാലയാണ് എന്നാണ് സമരം നടത്തുന്ന നേതാക്കൾ ഈ രാപ്പകൽ സമരത്തെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ വന്നത് സംഘടന നോക്കിയിട്ടല്ല ഞാൻ വന്നത്. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഇല്ല, ആശാ വർക്കർമാരുമായി പ്രവർത്തിക്കുന്ന സംഘടനയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സമരത്തിന് സപ്പോർട്ട് കൊടുക്കാവൂ എന്നൊരു നിയമമില്ലല്ലോ. കാര്യം ഞാൻ ഒരു ആശാപ്രവർത്തകനല്ല. ഇവിടെ ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ ഈ പൊരി വെയിലത്ത് ഈ അമ്മമാർ ഇവിടെ കഷ്ടപ്പെട്ട് സമരം നടത്തുമ്പോൾ ഇവിടെ വന്ന് അവർക്ക് പിന്തുണർപ്പിക്കുക എന്നുള്ളത് ഒരു മാനുഷികമായ കടമയാണ്. അതിൽ രാഷ്ട്രീയമോ സംഘടനയോ മറ്റൊന്നുമല്ല. നിങ്ങൾ കാണുന്നില്ലേ അവിടെ കഞ്ഞി വെച്ച് ഈ പൊടിയും, നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ പൊടിയും ഈ ആൾക്കാർ തുപ്പുന്നതും ഇതെല്ലാം കൂടി ഉള്ള സമയത്ത് ഈ തെരുവിലിട്ട് കഞ്ഞി വെച്ച് വീട്ടിൽ പാവപ്പെട്ട ഈ അമ്മമാർ ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ അങ്ങനെ വന്നതാണ്. എനിക്ക് ഒരു രാഷ്ട്രീയമില്ല. എൻ്റെ രാഷ്ട്രീയം ഈ അമ്മമാരുടെ ഡിമാൻഡ് എത്രയും വേഗം തന്നെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഡിമാൻഡ്, അതായത് വെറും 7,000 രൂപ മാത്രമാണ് അവർക്ക് ഓണർ ഏരിയ, അത് എത്രയും വേഗം തന്നെ അവർക്ക് കൊടുത്തുകൊണ്ട് അവർ പറയുന്ന മിനിമം വേജസ്
അത് കൊടുത്തുകൊണ്ട് പിന്നെ അവർ ഞാൻ ഈ കേരളത്തിൽ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഒരു പാരിതോഷികം കൊടുക്കും. അതുപോലും കിട്ടാത്ത ഈ പാവങ്ങൾ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുന്നത് ഇത് ശരിയല്ല. ഇത് ഈ അധികാരി വർഗം അവരുടെ കണ്ണ് തുറക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആശാ വർക്കർമാർ ആവശ്യപ്പെടുന്ന അതാണല്ലോ, അത് ന്യായമായ ആവശ്യമല്ലേ? ഈ കോവിഡ് മഹാമാരി വന്ന സമയത്ത് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ വീടുകളിൽ പോയി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചവരാണ് പ്രിയപ്പെട്ട ആശാ പ്രവർത്തകർ. അപ്പൊ അവർ ആവശ്യപ്പെടുന്നത് അവർക്കൊരു മിനിമം തുക ഓർഡറി കൊടുക്കണമെന്നാണ്. അത് ഇവിടെ കേരളത്തിലെ ഏത് സ്ഥാപനത്തിന് നമ്മൾ ജോലി എടുത്താലും പണിയെടുത്താൽ അത് കിട്ടുന്നത് അവരുടെ അവകാശമാണ്. അത് മാന്യമായി കൊടുക്കണമെന്നാണ് എന്റെ ആവശ്യം. അവരെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സമരത്തിൽ കാര്യത്തിൽ ഒരു സംശയം. ഓണറേറിയമായി പ്രഖ്യാപിച്ചിട്ടുള്ള 7,000 എന്ന സംഖ്യ 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക എന്നിവയാണ് സമരം നേതാക്കളുടെ ആവശ്യം. സംഘടനയ്ക്ക് SUCI അനുഭവമുള്ളതിനാൽ സമരത്തെ സർക്കാർ ഇടപെട്ട് വിജയിപ്പിക്കരുതെന്ന നയമാണ് LDFിനുള്ളത്. ഇത് സംബന്ധിച്ച് സഭയിലെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അനുസരിച്ചാവും സമരം തുടരണോ അവസാനിപ്പിക്കണോ എന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനം കൈക്കൊള്ളുക. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ധനകാര്യ വകുപ്പ് തീരുമാനം കൈക്കൊള്ളട്ടെ എന്ന നിലപാടാണ് ആരോഗ്യമന്ത്രിക്ക് നിലവിലുള്ളത്. അതേസമയം കേന്ദ്രം സഹായിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഇതിന് നൽകുന്ന മറുപടി. ആരോഗ്യവകുപ്പ് നൽകിയ വർധനവ് സമരം ചെയ്യുന്നവർ അംഗീകരിക്കാത്തതും സമരം കടുക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതേസമയം ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും സർക്കാർ അംഗീകരിക്കാത്ത പക്ഷം അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ അറിയിച്ചിരിക്കുന്നത്. സാക് ന്യൂസ്, തിരുവനന്തപുരം. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.